ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ഓഫ് നേര. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് ഇത്. ആ വീഡിയോ കാണാത്തവരുന്നവർ വേഗം കണ്ടിട്ട് വരാം കേട്ടോ. അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ നെന്മാറ പെറ്റ്സ് പാർക്കിനകത്തുള്ള ഒരു കിഡ്സ് പാർക്കാണ് കേട്ടോ. ഫസ്റ്റ് വന്നതും പാമ്പിനെയും മിഗ്വാനിനെയും മക്കാവിനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ടയേർഡ് ആയി കഴിഞ്ഞാൽ ഇവിടെ വന്ന് റിലാക്സ് ചെയ്യാം നമുക്ക്. കൊച്ചുങ്ങളാണെങ്കിൽ ടയേർഡേ ആവത്തില്ലല്ലോ, അവർക്കാണെങ്കിൽ കൂളായിട്ട് ഇവിടെ വന്ന് കളിക്കുകയും ചെയ്യാം. നേരിട്ടാണെങ്കിൽ ഇന്ന് കളിപ്പിക്കാൻ ആൾ കൂടുതലുള്ളതുകൊണ്ട് ഒത്തിരി നേരം കളിക്കുകയും ചെയ്തു. നിങ്ങൾ ഈ വീഡിയോന്റെ ഫസ്റ്റ് പാർട്ടിൽ സിസ്റ്ററിന്റെ കയ്യിൽ കണ്ട ആ ഐറ്റമാണ് ഈ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ഇന്ന് അവളുടെ ബർത്ത് സ്റ്റാർ ആയിരുന്നു കേട്ടോ. പിന്നെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് അവൾക്ക് പോലും അറിയില്ലായിരുന്നു എന്നുള്ളതായിരുന്നു. ഇവിടെ എത്തുന്നത് വരെ ഞങ്ങൾക്കും ബ്രദറിനോ സർപ്രൈസ് ആയിട്ട് കേക്ക് കൊണ്ട് കൊടുത്തപ്പോൾ അത് അവൾ പോലും അറിയുന്നത്. പിന്നെ നമ്മൾ ഇവിടെ എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തായിരുന്നു കേട്ടോ. ശരിക്കും സർപ്രൈസ് ആയിരുന്നെങ്കിലും നല്ല അടിപൊളി സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. കേക്ക് കട്ട് ചെയ്യുന്ന ടൈമിൽ ഞാൻ ആ പെറ്റ്സ് പാർക്കിലുള്ള എല്ലാ കൊച്ചുങ്ങളെയും വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഞങ്ങൾ ആ കൊച്ചു സെലിബ്രേഷൻ അടിപൊളിയാക്കി. അവിടെയുള്ള എല്ലാ കൊച്ചുങ്ങളെയും വിളിച്ചപ്പോൾ അവരും ഹാപ്പി, നമ്മളും ഡബിൾ ഹാപ്പി. അങ്ങനെ കൊച്ചുങ്ങൾക്കെല്ലാം കൊടുത്തു കഴിഞ്ഞ് നോക്കുമ്പോൾ വേറെയും ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇനി അവർക്ക് മാത്രമായിട്ട് എന്തിനാ കുറയ്ക്കുന്നതെന്ന് കരുതി കേക്ക് അവിടെയുള്ള എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടോ. അങ്ങനെ അവൾക്കൊരു മെമ്മറബിൾ ബർത്ത്ഡേ സെലിബ്രേഷൻ കിട്ടി. ഒട്ടും പരിചയമില്ലാത്ത ഒത്തിരി പേരുടെ വിഷസും കിട്ടി. ശരിക്കും പറഞ്ഞ് ഇവിടെ വരുന്നതിന് മുമ്പ് ഈ ഔട്ടിങ് ഇത്രയ്ക്ക് മെമ്മറബിൾ ആകുമെന്ന് ഞങ്ങളും പ്രതീക്ഷയില്ല കേട്ടോ. പാലക്കാട് ശരിക്കും ഇത്ര നല്ലൊരു അടിപൊളി സ്പോട്ട് ഉണ്ടായിട്ട് വരാതിരുന്നാണെങ്കിൽ ശരിക്കും മിസ്സായി പോയേനെ ഗൈസ്. ശരിക്കും നല്ലൊരു അടിപൊളി സ്പോട്ട് കേട്ടോ. പോകാൻ പറ്റുന്നവരെല്ലാവരും മസ്റ്റായിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ സെലിബ്രേഷനെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ കേട്ടോ ഇങ്ങനെ കുറച്ച് ആൾക്കാരെ കണ്ടത്. ഇവന്മാരൊക്കെ വേറൊരു സൈഡിലായതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോയതായിരുന്നു. ദേവനെയൊക്കെ കാണാതെ പോയതാണെങ്കിൽ നമുക്ക് ശരിക്കും മിസ്സായി പോയേനെ. ഇത് കോഴിയുടെ ഒരു ഡിഫറെന്റ് ബ്രീഡാണ് കേട്ടോ. കാണാൻ ശരിക്കും ഭയങ്കര ക്യൂട്ടായിരുന്നു. നേരുവാണെങ്കിൽ ഇത് കണ്ടതും ടോയ് ആണോ റിയൽ ആണോ എന്നുള്ള കൺഫ്യൂഷനിലായി പോയി. സത്യം പറഞ്ഞ നേരുവിന് മാത്രമല്ല നമുക്കും തോന്നിപ്പോയി. ശരിക്കും പറഞ്ഞ ഒരു ക്യൂട്ട് പഞ്ഞി കിട്ടുപോലെ ഉണ്ടായിരുന്നു കാണാൻ. പിന്നെ ലവ് ബേർഡ്സിന്റെ ക്വാണ്ടിറ്റി വളരെ കുറവായിരുന്നു കേട്ടോ അതിനകത്ത്. നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലും തലയിലൊക്കെ വന്ന് നിൽക്കുന്നതാണ്. ഒത്തിരി പേര് കൊടുക്കാനുണ്ടായിരുന്നുകൊണ്ടും അവരാകെ കുറച്ച് പേരുണ്ടായിരുന്നുകൊണ്ടും അവരുടെ വയറൊക്കെ ഫുള്ളായെന്നാണ് തോന്നിയത്. ഞങ്ങൾ വിളിച്ചിട്ട് വലിയ മെയിൻ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കാണുന്ന ആൾ മാത്രം കുറച്ച് എന്തൊക്കെയോ കഴിക്കുന്നുണ്ടായിരുന്നു. നേരുവാണെങ്കിൽ ഫുൾ ടൈം അവരുടെ ചാച്ചൻ്റെ കൂടെ കൂടിയിരിക്കുകയായിരുന്നു. ഇതിന് വേണ്ടിയായിരുന്നു മെയിനായിട്ട് കൂട്ടുകൂടിയത്. ഇത് എത്രാമത്തെ ഐസ്ക്രീം ആണെന്ന് പോലും കണക്കില്ല കേട്ടോ. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഒരു ഐസ്ക്രീം എടുപ്പിച്ചിട്ട് ആൾ വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.